ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളും അതിലൂടെ നമുക്കുണ്ടായ പുതിയ ബോധ്യങ്ങളും നമ്മൾ ഭാവി പരിപാടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും എല്ലാം പറഞ്ഞ് വരുവിൻ. പറയാം. പ്ലീസ് കം. അച്ഛൻ പറയണോ? അച്ഛന്മാർ, സിസ്റ്റേഴ്സ് എല്ലാം ഈ ധ്യാനത്തിൻ്റെ ടോട്ടാലിറ്റിയിൽ എന്താണ് നമ്മൾക്ക് ലഭിച്ചത്? ബ്രദർ തോമസ് പോളിൻ്റെ ധ്യാനത്തിൽ പലപ്പോഴും ഞാൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ പല പ്രോഗ്രാമും മാറ്റി വെച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. ഇന്നത്തെ പ്രോഗ്രാം തന്നെ എസ്കത്തോളജിക്കൽ വിഷൻ നമുക്കെല്ലാവർക്കും വളരെ മരണത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ധാരണകൾ പുതുക്കിയെടുക്കുന്നതിനും അതിൻ്റെ കാത്തലിക് കാറ്റഗിസം അനുസരിച്ച് വളരെ വ്യക്തമായ ധാരണകൾ നമുക്ക് നൽകുന്നതിനും അച്ഛന് സാധിച്ചു. എൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്ത വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്കറിയാം, ബ്രദറിൻ്റെ ഈ ധ്യാനം കൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സുവിശേഷത്തിൻ്റെ വ്യക്തത, ലോകം മുഴുവനും സുവിശേഷവൽക്കരിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ കഴിവിൻ്റെ പരമാവധി, പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ച ആ ഉൾക്കാഴ്ച, അതെല്ലാം വളരെ മനോഹരമായിരുന്നു. സമരിയാക്കാരി സ്ത്രീ, മാതാവിൻ്റെ മാധ്യസ്ഥത, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചു. ഇതെല്ലാം കൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തന കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു സന്ദർഭമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തോമസ് പോൾ അച്ഛന് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന് കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ധ്യാന കേന്ദ്രം ചങ്ങനാശ്ശേരി അതിരൂപയുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ഡയറക്ടറായിട്ട് ഫാദർ മാത്യു താഞ്ഞിത്ത് അച്ഛന് വളരെയേറെ നമ്മൾ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. ഈ സ്കൂളിൻ്റെ SH സ്കൂളുകളുടെ ഒക്കെ മാനേജർ എന്നുള്ള നിലയും അതിൻ്റെ പ്രിൻസിപ്പാൾ എന്നുള്ള നിലയിൽ അച്ഛനും മാനേജർ എന്നുള്ള ഞാനും ഞങ്ങൾ 10 വർഷങ്ങളോളം സഹപ്രവർത്തകരായിരുന്നു. അദ്ദേഹത്തെ കൂടുതൽ വ്യക്തമായിട്ടറിയാം. അദ്ദേഹം ആദ്യം സ്കൂളിലായിരുന്നപ്പോൾ പോലും ഇങ്ങനെ ഉള്ള ധ്യാനത്തിനായിട്ട് വളരെ തീക്ഷ്ണത കാണിച്ചിട്ടുണ്ട്. ധ്യാന പ്രസംഗങ്ങൾക്കൊക്കെ അദ്ദേഹം ഉണ്ട്. ഇപ്പോൾ അതിരൂപതയിലെ ധ്യാന ടീമിൻ്റെ എല്ലാം നേതൃത്വം അദ്ദേഹത്തിനാണ്. അദ്ദേഹം അത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വളരെ നല്ല നേതൃത്വം നൽകുന്നുണ്ട്. ഇവിടെ ധാരാളം കൺവെൻഷനുകളും ധ്യാനങ്ങളും ഒക്കെ സുവിശേഷവൽക്കരണത്തിൻ്റെ, ഇവിടെ ബ്രദർ തോമസ് പോൾ പറഞ്ഞതുപോലെ സുവിശേഷവൽക്കരണത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അച്ഛന്മാരുടെ ധ്യാനങ്ങളൊക്കെ ഇവിടെയാണ്. വിവാഹൊരുക്ക സെമിനാറുകൾ, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ അച്ഛന് നല്ല ജോലി തിരക്ക് കൊടുക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്. എല്ലാം അച്ഛൻ ഉള്ള സമർത്ഥമായ നേതൃത്വം നൽകുന്നതിന് വേണ്ട മാത്യു അച്ഛനെ വളരെയേറെ നന്ദി പറയുകയും അദ്ദേഹത്തിന് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ വന്ന സഹോദരങ്ങൾ, പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് അൽമായ നേതാക്കന്മാർ, സഹോദരിമാർ, ഇവരെല്ലാം വളരെയേറെ തീക്ഷ്ണതയോടുകൂടി ഇവിടെ പങ്കെടുക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു. വളരെ നന്നായിരുന്നു. ഇവിടെ എല്ലാവരുടെയും ഷെയറിങ് അതുവഴിയായിട്ട് അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ സമൂഹത്തിനും ഒക്കെ വളരെയേറെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. Next, please. Yes.
ഒരു പ്രാവശ്യമെങ്കിലും ബ്രദറെ വിളിക്കാതെ ഒന്ന് വരികാനായിട്ട് വിചാരിച്ചതാണ്. ആദ്യമേ തന്നെ നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ ധ്യാന ഗ്രൂപ്പിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ബ്രദറിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ആദ്യമേ തന്നെ ഒരു വാക്ക് നന്ദി പറയുന്നു. ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനും മറ്റ് സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും, നല്ല ഭക്ഷണവും നല്ല അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നതിന് ഒരു വാക്ക് നന്ദി പറയുകയാണ്. ധ്യാനത്തെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില ഉൾക്കാഴ്ചകളെ സംബന്ധിച്ച് ഏതാനും ചില പോയിൻറ്റ്സ് മാത്രം ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ്. ആദ്യമേ തന്നെ ഈ ലോക ജീവിതത്തിന് വേണ്ടി നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നാം മറ്റെല്ലാവരെയും ഹതഭാഗ്യരാണ് എന്നുള്ളത് അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു ഉൾക്കാഴ്ചയായിട്ട് എനിക്ക് തോന്നുകയാണ്. എല്ലാ മനുഷ്യരും, എല്ലാ ക്രിസ്ത്യാനികളും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്നെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുമായിരുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം എന്താണ്, ഒരു ലോ സെൻറ്റേർഡ് ലൈഫിൽ നിന്ന് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ക്രിസ്ത്യാനികളായ നമുക്ക്, പ്രത്യേകിച്ചും നമ്മുടെ അരിസ്റ്റോക്രാറ്റിക് ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഭയിലെ അംഗങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു തിരിച്ചറിവ് ലഭിക്കുവാനായിട്ട് ഇടയായി. അക്കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം, ബ്രദർ സംസാരിച്ചതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം, ദ യൂണിവേഴ്സൽ സാൽവിഫിക് വിൽ ഓഫ് ഗോഡ് എന്നുള്ളത് ഒരു റിവീൽഡ് ട്രൂത്താണ്. അതാണ് വാസ്തവത്തിൽ സുവിശേഷത്തിലൂടെ, തിരുവചനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതേക്കുറിച്ചുള്ള ആഴമായ അവബോധം, ഒരു ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ആ ഒരു കൺസെപ്റ്റ് വേണ്ടത്ര ഉൾക്കൊള്ളാനോ അത് പ്രയോഗത്തിലാക്കാനോ ക്രിസ്ത്യാനികളായ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ടൊരു ശിക്ഷിക്കുന്ന ദൈവത്തിൽ നിന്ന്, വളരെ ഒമിനിപൊട്ടൻ്റായിട്ടുള്ള, ട്രാൻസെൻഡൻ്റായിട്ട് നിൽക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന എമ്മനുവേലായ ദൈവത്തിലേക്കുള്ള ഒരു നീക്കം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ, ക്രിസ്തു സെൻറ്റേർഡായിട്ടുള്ള ഒരു ലൈഫ് വരുമ്പോൾ തന്നെ ഈ സുവിശേഷവൽക്കരണം ഒരു നമ്മുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു കാര്യം പോലെ ആയിത്തീരും. കർത്താവ് നൽകിയ കൽപ്പനകൾ, നമ്മൾ ദൈവകൽപ്പനകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് നൽകിയ, ഏറ്റവും അവസാനം നൽകിയ കൽപ്പന തന്നെയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആ കൽപ്പന കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കാൻ ബ്രദറിൻ്റെ ഈ ക്ലാസ്, ഈ പ്രഭാഷണങ്ങൾ, പ്രബോധനങ്ങൾ വളരെയധികം പ്രചോദനം ഏകി. അവിടെ ഈ ഇവാഞ്ചലൈസേഷനെ കുറിച്ച് തന്നെ കുറച്ചുകൂടെ ഒരു നൂതനമായ ഉൾക്കാഴ്ച നമ്മൾ മാർപ്പാപ്പന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ഇനിയും കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നതിലാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും കാതലായ വശം എന്നുള്ള കാര്യം കുറച്ചുകൂടി വ്യക്തമായി. പിന്നെ ദൈവത്തിൻ്റെ കരുണ, റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കരുണയുടെ പ്രവാചകരാകുന്ന ആയിത്തീരാനുള്ള ഒരു വലിയ ഉൾക്കാഴ്ചയും പ്രചോദനവും ഈ പ്രഭാഷണത്തിലൂടെ ലഭിച്ചു. പിന്നെ ഇതിനെല്ലാം ഈ പറയുന്ന തിരിച്ചറിവുകൾ നമുക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൂടാതെ സാധിക്കില്ല. അതുകൊണ്ട് ജ്ഞാനം നമ്മിൽ നിറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറ്റപ്പെടും എന്നുള്ളതാണ് എനിക്ക് ചുരുക്കമായിട്ട് മനസ്സിലായ ഒരു കാര്യം. അപ്പം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നത് പോലെ വിവേകത്തോടെ സംസാരിക്കാനും ദൈവത്തിൻ്റെ ദാനങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുവാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ആകട്ടെ. ഒരിക്കൽ കൂടി ബ്രദറിൻ്റെ കൂട്ടാളികളായിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ സഹോദരന്മാർ ഈ സങ്കീർത്തനം മുഴുവൻ കാണാതെ അത് പാടിയത് വളരെ അതിശയം തോന്നി. ഇത്രയും സങ്കീർത്തനങ്ങൾ ഞാൻ ഇടയ്ക്ക് ബൈബിൾ എടുത്ത് നോക്കി, ഇതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ലാതെ കൃത്യമായിട്ടത് കാണാതെ ഇടയ്ക്കുമെന്നോ എവിടുന്ന് ചോദിച്ചാലും അത് ദൈവം അവർക്ക് കൊടുത്ത വലിയൊരു ജ്ഞാനവുമാണ്. ഓർമ്മശക്തി എന്ന് പറയുന്നതും അതിനെക്കാട്ടിൽ അവരത് എൻജോയ് ചെയ്ത് അത് അനുഭവിച്ചുകൊണ്ട് ബ്രദർ കൊടുത്ത ട്രെയിനിങ്ങും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. ബ്രദറിനും ബ്രദറിൻ്റെ കുടുംബത്തിനും ഈ സഹോദരന്മാർക്കും
അവരുടെ കുടുംബത്തിനും എല്ലാത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് വിശുദ്ധീകരണവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. സോ ബിവെയർ ഓഫ് ഫരിസയൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ധ്യാനത്തിൽ ഒരുപാട് പുത്തൻ ഉൾക്കാഴ്ചകൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. ആരംഭം മുതൽ കൃപയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട്, ദൈവകൃപ, എങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം, കൃപ എങ്ങനെ മാനുഷികതയിലേക്ക് ഇറങ്ങി വന്ന് അതിനെ ഉദാത്തീകരിച്ച് ദൈവികമാക്കുന്നു എന്നുള്ള ആ വലിയൊരു ദർശനത്തോടെയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതേ തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ ക്ലാസ്സുകളിലൂടെയും പ്രബോധനത്തിലൂടെയും പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് പഴയ നിയമ ലോ സെൻറ്റേഡായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിൽ നിന്നും ക്രൈസ്റ്റ് സെൻറ്റേഡായിട്ടുള്ള ഒന്നിലേക്ക് നമ്മളെ പറിച്ചു നടുവാനുള്ള ദൈവത്തിൻ്റെ ആ ഇടപെടൽ, ദൈവകാരുണ്യത്തിൻ്റെ ഇടപെടൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മളെവിടെ നിൽക്കുന്നു, അതിൻ്റെ ബേസിസിൽ ഒരു പുതിയ ശൈലിയിൽ 10 പ്രമാണങ്ങളെ സെൻറ്റേഡായിട്ട് നമ്മൾ നടത്തിയിരുന്ന കുമ്പസാരമൊക്കെ മാറ്റി പുതിയ കാഴ്ചപ്പാടിൽ നമ്മളെ തന്നെ നോക്കിക്കാണാനും നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനും നമ്മുടെ തെറ്റുകൾ വലിയ ദാപത്തോടെ കന്യത്തിന് കുദാശയിലൂടെ ഏറ്റുപറഞ്ഞ് പുതിയ സൃഷ്ടിയാകുന്ന ഒരു അനുഭവത്തിലേക്ക് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നടന്നു നീങ്ങുവാനും ഈ ധ്യാനത്തിലൂടെ സാധിച്ചു എന്നുള്ളത് ഏതൊരു സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. പിന്നെ സുവിശേഷത്തിലെ ഈ കാഴ്ചപ്പാടുകൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ പ്രകാശത്തിലെ ദൈവിക പദ്ധതിക്കനുസരിച്ച് ദൈവിക ജ്ഞാനത്തോടെ തിരിച്ചറിയുവാൻ, അതിനേറ്റവും കൂടുതലായിട്ട് ദൈവിക ജ്ഞാനമാണ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആവശ്യം. സമുദ്രം ജലം കൊണ്ട് എന്നതുപോലെ ഈ ഭൂമിയും കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയും. അത് ലോകം മുഴുവൻ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ സുവിശേഷവൽക്കരണം പൂർത്തിയാകും. അതിന് നമ്മൾ തന്നെ ആ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് സുവിശേഷത്തിൻ്റെ യഥാർത്ഥ പുതിയ ചൈതന്യം ഉൾക്കൊള്ളണം. നമ്മളത് ജീവിക്കുമ്പോൾ നമ്മളിലൂടെ ലോകം മുഴുവനും അതിൻ്റെ തരംഗങ്ങൾ പരക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള തീവ്രത, ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുണ്ട്, ഈ കാലഘട്ടത്തിന് ചെയ്യാനുണ്ട്. അനേകർ കർത്താവിനെ അറിയാതെ ഇരിക്കുന്നു. അവിടെ ഈ ആത്മാക്കളെയൊക്കെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കാനും ദൈവോന്മുഖമായി സ്വർഗോന്മുഖമായി അവരെ ഒരുക്കി നിർത്താനുമുള്ള വലിയൊരു ദൗത്യം എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഉണ്ടെന്നുള്ള ആഴപ്പെട്ടുള്ള ഒരു ബോധ്യം ഈ ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ യുഗാന്തോന്മുഖ ജീവിതത്തെക്കുറിച്ചും ഉള്ള കാഴ്ചപ്പാടുകൾ ഈ ലാസ്റ്റ് സെഷനിലൂടെ നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ വലിയ ബോധ്യങ്ങൾ നമുക്ക് തന്നു.
ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള സഭയുടെ പഠനത്തിൻ്റെ ബേസിസിൽ എല്ലാ ക്ലാസ്സുകളും തന്നെ സഭയുടെ പഠനത്തിൻ്റെ ബേസിസിലായിരുന്നു. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ മാറാനും സഭ എന്ത് പഠിപ്പിക്കുന്നോ ആ ബോധ്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബ്രദർ പരിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി നല്ല നല്ല ബോധ്യങ്ങളും അനുഭവങ്ങളും ദൈവകരുണയെക്കുറിച്ച് ദൈവനീതിയെക്കുറിച്ച് ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടോടെ ഒരു ദർശനത്തോടെ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയുടെ അനിർവാര്യതയെക്കുറിച്ച് കൂടി ഒരു അഴിച്ചുപണി ആവശ്യമുണ്ട്. കാഴ്ചപ്പാടിൽ, നമ്മുടെ ദർശനത്തിൽ, ആത്മീയതയിൽ, അതിനനുസരിച്ചുള്ള ഒരു സുവിശേഷവൽക്കരണത്തിൽ സഭ നമ്മളെ ഉറ്റുനോക്കുന്നു. കാരണം നമുക്കാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടാനുള്ള വെള്ളി തമ്പുരാൻ തന്നത്. അതൊരു കാരുണ്യമാണ്, ദൈവത്തിൻ്റെ കാരുണ്യവും ഒരു പ്രത്യേക വിളിയുമാണ്. അപ്പോൾ അതിൽ നമ്മൾ കൃതജ്ഞതയുള്ളവരായിട്ട് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എത്രമാത്രം നന്ദി ദൈവത്തോടുണ്ട്, അതുപോലെ തന്നെ ഈ ബ്രദറിനോടും ടീമിനോടും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഈ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് നമ്മളിത് ജീവിക്കുകയും കർത്താവിൻ്റെ അതിന് ഏറ്റവും പ്രധാനമായിട്ട് ദൈവീയ ജ്ഞാനം നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങളും ദൈവിക പദ്ധതിയും നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കണം. അതിന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ബ്രദർ ലാസ്റ്റ് ക്ലാസ്സിൽ അവസാനം പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പാരാണ് പറഞ്ഞു, നമ്മൾ വളരെ പ്രത്യാശയുള്ളവരായിരിക്കണം. അവസാന കാലഘട്ടത്തെയും വിധി ഇങ്ങനെയുള്ള മരണത്തെയും ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ശക്തരായ 2 മധ്യസ്ഥരുണ്ട്. ഒന്ന് ഈശോമിശിഹ, 2 പരിശുദ്ധാത്മാവ്. ഇവർ 2 പേരും നമുക്കൊപ്പം ഉള്ളപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഭയപ്പെടാനുള്ളത്? ഇവർ 2 പേരും എല്ലാം നമുക്ക് വേണ്ടി ഈശോ തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി എല്ലാം നമുക്ക് നേടി തന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ അവൻ വാഗ്ദാനം ചെയ്തു. ആത്മാവ് നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ ഈ 2 അഡ്വക്കേറ്റ്സ് മധ്യസ്ഥര് നമ്മുടെ കൂടെയുള്ളപ്പോൾ എല്ലാം വിജയത്തിലേക്ക് എത്തിക്കും. ആ വലിയ പ്രത്യാശയിലാണ് അവസാനിപ്പിച്ചതെന്ന്. അപ്പം ഇവരെ പരിശുദ്ധാത്മാവിൻ്റെ ആ ദൈവീയ പദ്ധതിയെ സ്വർഗീയ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഇടപെടലും എല്ലാം നമുക്ക് വേണ്ടി ഏകജാതൻ വന്ന ദൈവകരുണയ്ക്കനുസരിച്ച് ദൈവിക പദ്ധതിയിൽ നമുക്ക് വേണ്ടി കാൽവരിയിലും അവൻ്റെ പീഡാനുഭവം മരണ ഉത്ഥാനത്തിൽ കൂടി നേടിത്തന്ന ആ കൃപകളെല്ലാം നമുക്ക് വേണ്ടി അവൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, നേടിത്തന്നു കഴിഞ്ഞു. ഇവർ 2 പേരും നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട്, സഭയോടൊപ്പം ഉള്ളതുകൊണ്ട്, ലോക അന്ത്യം വരെയും എന്നും നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് ആ സ്വർഗീയ തുറമുഖത്തേക്ക്, ത്രിത്വാനുഭവത്തിലേക്ക് അവർ നമ്മളെ തീർച്ചയായിട്ടും സുരക്ഷിതരായിട്ട് കൈപിടിച്ച് നടത്തും എന്നുള്ളതാണ് സഭയുടെ വലിയ പ്രത്യാശ ഇവർ തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇത് കൂടുതൽ കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അതെല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നു എന്നുള്ള ജ്ഞാന വചസ്സുകൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹ ധ്യാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മളോട് കാണിച്ച ദൈവകരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒപ്പം ബ്രദർ തോമസ് പോൾ നമുക്ക് വേണ്ടി ദിനരാത്രങ്ങൾ വർഷങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ത്യാഗം ചെയ്യുകയും പരിശ്രമിക്കുകയും ഒരുപാട് വായിക്കുകയും അതിലേറെ തമ്പുരാൻ്റെ മുമ്പിൽ തച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയ വെളിപ്പെടുത്തലുകളാണ് ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്കിപ്പോൾ തന്നതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. അദ്ദേഹത്തോട് അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു കരങ്ങളിൽ ശക്തമായ ഒരു പ്രവാചകന ഉപകരണമായിരുന്നു കൊണ്ട് നമുക്ക് പകർന്നു തന്ന ഈ വലിയ മഹത്തായ ശുശ്രൂഷയെ ഓർത്ത് എല്ലാവരുടെയും പേരിൽ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകനായി, ഒരു അനുഗ്രഹമായി ഇനി അനേകായിരങ്ങൾക്ക് ഈ ബോധ്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ടീം അംഗങ്ങൾ ഓരോരുത്തർക്കും നല്ല പ്രത്യേകിച്ച് ആ സങ്കീർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് ധ്യാന ചിന്തകൾക്ക് ബാക്കിങ് കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് അതൊക്കെ പാടി വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അത്.
ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ടീമിലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരുണ്ട്. ഈ ധ്യാന സെൻ്ററിലെ അച്ഛനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടുത്തെ ടീം അംഗങ്ങൾ സിസ്റ്റേഴ്സിനെ എല്ലാവരെയും നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, ധ്യാനത്തിന് പറ്റിയ പശ്ചാത്തലമൊക്കെ ഇവിടെ ഒരുക്കി എല്ലാവർക്കും ഓരോരുത്തർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങി അവസാനിപ്പിക്കാം. ഇതിപ്പോൾ എൻ്റെ ഈ ബൈബിൾ അച്ഛൻ കൊണ്ടുപോയിരിക്കായിരുന്നു. അപ്പോൾ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഇതിനകത്ത് 1-2 പേജുകളാണ് പ്രത്യേകിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പേജുകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? അത് ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും ഒരു 5 കുറച്ചേറെ പേജുകളുണ്ട്. അതിൻ്റെ പ്രത്യേകം എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവം, ഞാൻ പണ്ട് 90കളിൽ, എനിക്കും 93-94 ഞാൻ ഫാത്തിമാട്ടിലെ SH സ്കൂളിൽ അവിടെയായിരുന്നു ആ കാലത്ത്. അവിടെ വെച്ച് അതിൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു. ഞങ്ങൾക്കൊരു ടീമുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരി ടീമെന്ന് പറഞ്ഞു. പഴയപുരി അച്ഛനും ഞാനും പിന്നെ 2-3 അന്മാരും ഒക്കെ ആയിട്ട് അങ്ങനെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു പ്രാവശ്യം കുറച്ച് നാൾ എൻ്റെ കൂടെ ഒരു ഡോക്ടർ സഹായിക്കാൻ വരുമായിരുന്നു, ഒരു MBBS ഡോക്ടർ. അദ്ദേഹം ഇങ്ങനെ സഹായിക്കാൻ വന്നാൽ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഉപവസിച്ചുമൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നത്തെ കാലത്ത് ധ്യാനം പകലായിരുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ഇപ്പോൾ എല്ലാം വൈകിട്ടാണ്, പകൽ ആളിനെ കിട്ടാത്തത് കൊണ്ട് ഇപ്പം വൈകുന്നേരങ്ങളിലാണ് ധ്യാനം. അപ്പം അന്ന് പകലായിരുന്നു. അങ്ങനെ ധ്യാനിപ്പിച്ച് വന്ന ഒരു ദിവസം വന്നപ്പോഴേ എൻ്റെ കൂടെയുള്ള ഡോക്ടർ പറഞ്ഞു, അച്ഛാ എൻ്റെ വീട്ടിൽ ഭയങ്കര ശല്യമാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ചോദിച്ചു എന്താ ശല്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട് ചങ്ങനാശ്ശേരി ഭാഗത്ത് തന്നെയാണ് വീട്, ഞാൻ വീട്ടുപേരൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ 4 ചുറ്റും ഈ വരാന്തയുണ്ട്. വീടിൻ്റെ ചുറ്റും മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ നേരം വെളുക്കുമ്പോൾ ആ വരാന്തകളെല്ലാം മനുഷ്യൻ്റെ മലം ഇങ്ങനെ കിടക്കും. ആരെങ്കിലും പ്രത്യേകിച്ച് ശല്യം ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ആ കുറച്ച് ദിവസങ്ങളൊക്കെ അത് ക്ലീൻ ചെയ്യും, പിന്നെ ഇത് തന്നെ. അപ്പോൾ അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു, ഞാനൊരു ദിവസം പ്രാർത്ഥിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചൊന്ന് വിലക്കി വിട്ട് കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ, ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വന്ന് അന്ന് വൈകിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് വീടെല്ലാം വെഞ്ചരിച്ച് കന്നാമ്പള്ളം തളിച്ച്, ചുറ്റുപാടും എല്ലാം ഒന്ന് കന്നാമ്പള്ളം തളിച്ച് വെഞ്ചരിച്ച് ഒന്ന് ഈ തെറ്റായ പൈശാചികം എല്ലാത്തിനെയൊക്കെ ഒന്ന് വിലക്കിയിട്ട് ഞാൻ തിരിച്ച് സ്കൂളിൽ പോയി. ഞാൻ സ്കൂളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നു അവിടെ. അന്ന് രാത്രിക്ക് ഞാൻ സാധാരണ കിടക്കുന്നതിന് മുമ്പേ ബൈബിള് വായിച്ച് അത് അതുപോലെ തന്നെ മേശപ്പെട്ട് അങ്ങനെ ഇരിക്കാം, വായിക്കുന്ന ഭാഗം ഇങ്ങനെ തുറന്നു വെച്ച് ഇങ്ങനെ ഇരിക്കുക. അന്ന് ഞാൻ വായിച്ചിട്ട് കിടന്ന ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ആ ഭാഗമാണ്. അന്ന് ഞാൻ കിടന്ന് ഒരു പാതിര കഴിഞ്ഞപ്പോഴേ എൻ്റെ മുറിക്കകത്തൊരു ഭയങ്കരനൊരു സ്വരം ഏതാണ്ട് ഇങ്ങനെ മുകളിൽ നിന്ന് അടന്ന് വീഴുന്നതാണ്. മുകളിൽ ടെറസാണ്. അപ്പോൾ അവിടുന്ന് ഏതാണ്ട് ഭയങ്കരമായിട്ട് അടന്ന് എൻ്റെ ഞാൻ കിടന്ന കട്ടിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന കണക്കൊരു സ്വരം കേട്ടി ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പം ഞാൻ സ്കൂളിൻ്റെ ഒരറ്റത്താണ്, മറ്റേ വേറൊരറ്റത്ത് വേറൊരു അച്ഛനുമുണ്ട്. പിന്നെ നടുക്കോട്ട് മാറി ബോർഡിംഗ് ഉണ്ട്, ബോർഡേഴ്സുണ്ട്. പക്ഷെ അവിടെ എൻ്റെ മുറിയുടെ അവിടെ ഒന്നും അടുത്തൊന്നും ആരുമില്ല. ഞാൻ ഞെട്ടി ഉണർന്ന് ഞാൻ നോക്കി ലൈറ്റിട്ട് നോക്കിയിട്ട് ഒന്നുമില്ല, ഇങ്ങനെ ആൾപ്പാട് ഒന്നുമില്ല. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. വെളുപ്പിന് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോഴേ എൻ്റെ ബൈബിള് ഈ ബൈബിളാണ്, ഇത് തന്നെയാണ് ഇത്രയും വർഷങ്ങളായത്. ഞാൻ നോക്കുമ്പോഴേ ആ ബൈബിൾ ഇങ്ങനെ പിരിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ഈ കുളിച്ച് കഴിഞ്ഞ് തോർത്ത് പിഴിയല്ലേ, തല തോർത്താനായിട്ട് തോർത്ത് പിഴിയുന്ന കണക്ക് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ചേറെ ബൈബിളിങ്ങനെ ആ ഭാവം അതായിട്ട് അതെല്ലാം കൂടെ അതിങ്ങനെ പിരിച്ച് വെച്ചിരിക്കുന്നു. നമുക്ക് ഇതന്നെ ഇതെന്ത് പറ്റി? ഇവിടെ പട്ടിയും പൂച്ചയൊന്നും കയറുന്ന മുറിയൊന്നുമല്ല, അങ്ങനത്തെ ഞാനത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് രാത്രിയിലെ ആ വലിയ സ്വരം കേട്ടതും പിന്നെ ഞാൻ തലേ ദിവസം വൈകിട്ട് ആ ഡോക്ടറുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതും
പിശാചിനെ വിലക്കിയതെല്ലാം കൂടെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എനിക്കങ്ങ് ഭയങ്കര പേടി തോന്നി. ഞാൻ പിന്നെ ഇവിടെ മുട്ടിന്മേൽ നിന്ന് ചെറിയ നേരം പ്രാർത്ഥിച്ച് ഞാൻ ശക്തി പ്രാപിച്ചതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞതല്ല, പറയാൻ വേണ്ടി വന്നതല്ല, ഓർത്തുകൊണ്ട്. അപ്പം അവിടെ ഈ തിന്മയുടെ ശക്തി ഞാൻ അവിടെ ഇറക്കി വിട്ടു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടത് തിരിച്ച് എന്നെ ആക്രമിച്ചതാണെന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്കതുപോലെയുള്ള സ്ഥിരരക്തത്തിൻ്റെ അല്ലെങ്കിൽ അഭിഷേകവും സംരക്ഷണവും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിന്മയുടെ ശക്തിയുടെയൊക്കെ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വല്ലതുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. പറയാണ്ടൊരു 93, 94 വരെ 10-20 വർഷത്തോളമായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ധ്യാനം വളരെ മനോഹരമായിട്ട് നടന്നു. തോമസ് പോള് ഇപ്പോൾ എല്ലാവരും ഒക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വളരെ മനോഹരമായിരുന്നു. ഇതിൻ്റെ ഇവിടുത്തെ ആളെന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വളരെ കോപ്പറേറ്റീവായിട്ട് വേണ്ട രീതിയിൽ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം എല്ലാം ക്രമീകരിക്കുകയും ഒത്തുചേർന്ന് ആലോചിച്ച് എല്ലാം ആളുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും, ഞാനും ചിലപ്പം വിളിക്കും, കിട്ടുകയില്ല. കിട്ടാത്തതിൻ്റെ കാരണം തോമസ് പോൾ ബ്രദർ അങ്ങ് ജർമ്മനിയിലോ സ്റ്റേറ്റ്സിലോ ഒക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് കിട്ടാതെ പോകും. ഞാനും ചിലപ്പോഴൊക്കെ വാട്സപ്പിലൂടെയൊക്കെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ നാളുകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് ഒക്കെ ഒരുങ്ങി വന്നതാണ്. വന്നു കഴിഞ്ഞും അതുപോലെ തന്നെ ഭംഗിയായിട്ടെല്ലാം ക്രമീകരിച്ചു പോയി. ഒത്തിരി സന്തോഷമുണ്ട്. വളരെ ഞാൻ നേരത്തെ എനിക്ക് പരിചയമുണ്ടെങ്കിൽ ഇത്ര അടുത്ത് പരിചയിക്കുന്നതും ബന്ധപ്പെടുന്നതും എല്ലാം ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിരുന്നു, മനോഹരമായിരുന്നു. എല്ലാറ്റിനും പ്രത്യേകം നന്ദി. തോമസ് പോളിനും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പാട്ടുകാരൻ മാത്യൂസ്, പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഷാജി, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ 2 സഹോദരിമാർ, പിന്നെ ബ്രദറിൻ്റെ തന്നെ സഹധർമ്മിണി, ഇത്രയും പേര് ഇവിടെ ടീം അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് പിന്നെ നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും പ്രത്യേകം തന്നെ എല്ലാവരും ഒക്കെ എല്ലാം വളരെ സഹകരണ മനോഭാവത്തോടെ ഒക്കെ എല്ലാം പെരുമാറി. വലിയ കുറവുകളൊന്നും ഉണ്ടായതായിട്ട് തോന്നുന്നില്ല, അല്ലേ? എല്ലാം ഭംഗിയായിരുന്നു. എല്ലാറ്റിനും നന്ദി നിങ്ങളുടെ സഹകരണത്തിന്. ഒപ്പം ഈ കിട്ടിയ ചൈതന്യവും ഈ ഉൾക്കാഴ്ചയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും ജീവിക്കുവാനായിട്ട് എവാഞ്ചലൈസേഷൻ, അതാണ് നമുക്കിന്ന് പ്രധാനപ്പെട്ടത്. നമ്മളിൻ്റെ ഇടയ്ക്ക് ചിന്തിച്ചതുപോലെ നമ്മുടെ വീട് മാത്രമല്ല പുറം വീടുകളുമൊക്കെ നന്നാക്കാനുണ്ട്, കർത്താവിലേക്ക് അടുപ്പിക്കാനുണ്ട്. ഭാരതത്തിലെ 2011 സെൻസസ് അനുസരിച്ച് 2.3 മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. ഒരു 2.3% 2011 സെൻസസ്. ബാക്കി മുഴുവൻ കിടക്കുക. അപ്പം നമുക്കൊക്കെ ഒത്തിരിയേറെ റോളുണ്ടെന്നൊന്ന് മനസ്സിലാക്കി തരിക. നമ്മളെ ഈ ചൈതന്യം കിട്ടുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ വീടിനു വേണ്ടി മാത്രം കാത്തു സൂക്ഷിക്കാനല്ല, മറ്റുള്ളവർക്കുമായിട്ടൊക്കെ പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ, ദൈവത്തെ പറഞ്ഞു കൊടുക്കുവാനും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ബ്രദർ പറഞ്ഞു, കുട്ടികളുടെ മേഖല. ഞാൻ ഒത്തിരി കുട്ടികളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില കേസുകളൊക്കെ കൗൺസിലിങ്ങിനൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഒത്തിരിയേറെ അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടികൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ. പണ്ടൊക്കെ ഒരു 10ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് എന്നൊക്കെ അതൊക്കെ ആകുമ്പോഴാണ് ഒരുവിധം കുട്ടികളൊക്കെ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾക്കൊക്കെ പോയി. ഇപ്പോൾ 5ാം ക്ലാസ്, 6ാം ക്ലാസ് മുതലൊക്കെ ആ രീതിയിലൊക്കെ ആയി. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക കണ്ണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വേണം. അവരെയൊക്കെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നല്ല വഴിക്ക് പോകുന്നോ, അവൻ്റെ കൂട്ടുകാർ, അവളുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, എവിടെ പോകുന്നു, ആരാണ് എന്നൊക്കെ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളാണ് പ്രത്യേകിച്ച് അടുത്ത തലമുറ. നമ്മൾ കൊടുക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ആ കുഞ്ഞുങ്ങളാണ്, അടുത്ത തലമുറയിൽ. അങ്ങനെയാണ് സഭ വളരേണ്ടത്. അപ്പോൾ അവരുടെ നന്മ, അവരുടെ വിശ്വാസത്തിലുള്ള വളർച്ച, അതിനുവേണ്ടി നമ്മളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രവർത്തിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാർ 2-3 പേരൊക്കെ ഉണ്ടല്ലോ, അവരുടെ മുഖമൊന്നും കാണുന്നില്ലല്ലോ. അവരൊന്നും വന്ന് പറഞ്ഞാലോ 2 വാക്ക്. ഒരു ചെറുപ്പക്കാരൻ പറയും.
എനിക്ക് ധ്യാനം കൂടാനായിട്ട് ഒട്ടും ഇതൊന്നല്ല, ഒരു ധ്യാനം കൂടെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എല്ലായിടത്തും പ്രത്യേകം സുവിശേഷമല്ലേ എന്നുള്ള ആ ഒരു മനോഭാവമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായത് അതല്ല എന്ന്. ആ ഒരു സുവിശേഷമല്ല ഈ സുവിശേഷം എന്ന്. ഈ സുവിശേഷം ആദ്യം വൽക്കരിക്കപ്പെടേണ്ടത് സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ തന്നെയാണ്. അത് നമ്മുടെ ഇവിടുത്തെയുള്ള എല്ലാ അച്ഛന്മാരും അവിടുത്തെ ധ്യാനഗുരുക്കന്മാരും ഇവിടുത്തെ വചനപ്രേക്ഷകർ ഇത് ആദ്യം കേൾക്കണം. അങ്ങനെ സഭയിൽ ആദ്യം സുവിശേഷം വൽക്കരിക്കപ്പെടണം. അങ്ങനെ ലോക സുവിശേഷവൽക്കരണം എന്നാലേ അത് എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്രദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിന് വേണ്ടി ഉദയം ചെയ്ത ഒരു ദീപ്തിയാണ് ബ്രദർ ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ട്. എനിക്ക് അത് പറയാനുള്ളത്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ജസ്റ്റിൻ. ഞാൻ കുറേ ധ്യാനം കൂടിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് കുറേ ധ്യാനത്തിന് വിട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ വന്ന് ഇത് വ്യത്യസ്തമായ ധ്യാനമായിരുന്നു. ഇത്രയും നാൾ ഞങ്ങൾ കേട്ടത് പാപം, പിന്നെ കൺഫെഷൻ, പിന്നെ അതിൻ്റെ പ്രോബ്ലം, അങ്ങനെയൊക്കെ. ഇവിടെ വന്നാണ് ദൈവനീതി എന്ന പുതിയൊരു കൺസെപ്റ്റ് അറിഞ്ഞത്. അപ്പം കുറേ കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കത്തോലിക്ക ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പുതിയ നിയമം ശരിക്കും അറിഞ്ഞിരിക്കണം. മീൻസ് ആ പുതിയ നിയമമാണ് ദൈവനീതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ദൈവനീതി എന്നൊരു അതിൻ്റെ അർത്ഥം പറഞ്ഞെന്ന പോൾ ബ്രദറിന് എൻ്റെ നന്ദി അർപ്പിക്കുന്നു. Praise the Lord. മറ്റുള്ളവരും മാട്ടോ. യങ്സ്റ്റേഴ്സ് അവിടെ രണ്ടുപേര്. ബഹുമാനപ്പെട്ട തോമസ് പോൾ സാർ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, എല്ലാവരുടെയും മുഖത്തൊക്കെ നല്ല സന്തോഷമാണ്. തീർച്ചയായിട്ടും ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ ആ ഒരു ലക്ഷണമാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ് ഈ ധ്യാനം, അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജ്ഞാനത്തിൻ്റെ, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അപരിമേയവും അഗ്രാഹ്യവും വിസ്മയനീയവുമായ ആ നിഗൂഢ രഹസ്യങ്ങളുടെ ചെപ്പ് തുറന്ന് അതിലേക്കൊന്ന് എത്തി നോക്കുവാനുള്ള വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ചെപ്പൊന്ന് തുറന്ന് നമുക്ക് കാണിക്കുവാൻ വേണ്ടി ആ ചെപ്പിനെക്കുറിച്ച് വർഷങ്ങളായി കഠിന പ്രയത്നം നടത്തി നമുക്കത് സുപരിചിതമാക്കി തന്ന ബഹുമാനപ്പെട്ട തോമസ് പോൾ സാറിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു രണ്ടാം പൗലോസ് ആണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സെയിൻറ്റ് പോളിൻ്റെ തീഷ്ണതയോടുകൂടി കേരളമല്ല, ഇന്ത്യയല്ല, ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ സജീവ സാക്ഷിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ ആത്മീയ സേവനത്തിന് ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം മനോഹരമായ ഗാന ശുശ്രൂഷ നടത്തിയ, സങ്കീർത്തന ആലാപനം നടത്തിയ ഷാജി ബ്രദറിനും മാത്യു ബ്രദറിനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അതിമനോഹരമായ ഈ ധ്യാനം സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട താന്യത്തച്ഛനും പ്രത്യേകമായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി തോമസ് പോൾ സാറിന് അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയുടെ റോസ മലരുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് തോമസ് കുര്യൻ, വീട്
കോട്ടയത്തിനടുത്ത് കുമരകം സ്ഥലമാണ്. ഞാൻ ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ധ്യാനങ്ങളൊക്കെ കൂടി പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പം ആദ്യത്തെ ബ്രദറിൻ്റെ ആ ക്ലാസ്സിൽ പരിസയരുടെയും നിയമത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളായിരിക്കും പറയുന്നത്, നമ്മൾ കുഴപ്പക്കാരൊന്നുമല്ല എന്നുള്ള കാഴ്ചപ്പാട് നിന്നപ്പം നമ്മളിലെ പരിസയനെ എടുത്തു കാണിക്കുന്ന, നമ്മളിലുള്ള പരിസയനെയും നിയമത്തിനെയും എടുത്തു കാണിച്ച് അത് വ്യക്തമാക്കി തന്ന് ആദ്യത്തെ ഒരു സെഷൻ. രണ്ടാമത് നമ്മുടെ കാഴ്ചപ്പാട് ഈ കാനായിലെ കല്യാണ വിരുന്നിലെ അത്തിമരത്തെ ശപിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു വിശുദ്ധ ബൈബിളിലെ ആ ഭാഗങ്ങൾ നമ്മൾ ധരിച്ചിരിക്കുന്നതിൻ്റെ ഒന്നുമല്ല ശരി, യഥാർത്ഥത്തിലുള്ളത് ബ്രദർ പറഞ്ഞതാണ്. അത് പരിസേരെ നിയമജനെയും കോട്ടി സംസാരിച്ചപ്പോഴെല്ലാം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി. മൂന്നാമത് നമുക്ക് മരിക്കാൻ ഇപ്പോൾ തോന്നുന്ന രീതിയിൽ അന്ത്യവിധിയെപ്പറ്റിയും ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റിയും തനത് വിധിയെപ്പറ്റി എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഉടനെ മരിച്ചേക്കുവാണെന്ന് നമുക്ക് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എനിക്കെപ്പോഴും ഈ ബ്രദറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം ദിവ്യകാരുണ്യത്തിൽ നോക്കും പോലെയാണ്. ശരിയല്ലേ? രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്ന പോലെ ദിവ്യാനന്ദൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ ഇവർ ഏതാ ദിവ്യാനന്ദ എന്നറിയാമില്ല. അപ്പം ഈശോയെ അത്രയധികം വഹിക്കുകയും ഈശോയെ അത്രയധികം പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ട് ഈശോ ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്ന് നമുക്ക് നമ്മളെ കഴിഞ്ഞൊക്കെ ഒത്തിരിയധികം ഈശോ ബ്രദറിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ തന്നതിന് പ്രത്യേകം ബ്രദറിന് നന്ദി പറയുന്നു. അതുപോലെ ഈ ഗാനം സ്വർഗീയ ഗാനം പോലെ ഇവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ആ ഗാനാലാപനം അത് പറയാതിരിക്കാൻ പറ്റില്ല. സ്വർഗീയ ഗാനാലാപനം പോലെ തന്നെ രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. മറ്റ് ടീമങ്ങളെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ചെറുപ്പക്കാരൻ യങ്സ്റ്റർ കം കം. ആങ്ങളെയും പെങ്ങളും ആ വന്നേക്കണത്. അപ്പോൾ പെങ്ങൾ റെഡി ആയിക്കോ. രണ്ടുപേരും കൂടി വന്നിട്ട് ജോയിൻറ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചാലോ? എൻ്റെ പേര് യോശൻ. ഞാനിപ്പം ബിടെക് ചെയ്യുന്നു. എനിക്ക് ഈ ധ്യാനത്തിലൂടെ വിശുദ്ധ കുർബാനയുള്ള തീക്ഷ്ണത കൂടുതലായിട്ട് വർദ്ധിക്കാൻ സാധിച്ചു. ജ്ഞാനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു. നല്ലൊരു കുമ്പസാരം ഈ ധ്യാനത്തിലൂടെ എനിക്ക് കൂടാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. വരൂ വരൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഈ ധ്യാനത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ബ്രദർ പറഞ്ഞ ആ ഗോൾഡൻ റൂളിനെ പറ്റി. മറ്റുള്ളവർ നമ്മൾക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഇന്നത്തെ റാസ കുർബാന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആ റാസ കുർബാന കൂടുന്നത്. ആദ്യമായിട്ടാണ് ഈ കുർബാനയിൽ ഇത്രയും തീക്ഷ്ണതയോടുകൂടെ കൂടാൻ സാധിച്ചത്. പിന്നെ ജ്ഞാനത്തെ പറ്റി വീട്ടിലെപ്പോഴും അപ്പായും അമ്മയും പറയാറുണ്ട്, അത് ജ്ഞാനം 6, 7, 8, 9 വായിക്കണമെന്ന്. അപ്പം അതിനെക്കുറിച്ച് അതിനെപ്പറ്റി നന്നായിട്ട് വിശദീകരിച്ച് തന്നപ്പോൾ അത് വായിക്കാൻ ഉള്ള തീക്ഷ്ണത ഒന്നുകൂടെ കൂടുകയും ചെയ്തു. താങ്ക് യു. യൂട്യൂബിൽ ധ്യാനം കൂടിയ ആളാണ്. നോക്കുക എടുക്കുക യൂട്യൂബിനെ കുറിച്ച് 2 വാക്ക് പറയും. യൂട്യൂബിൽ ധ്യാനം കൂടിയിട്ട് എന്തായി? എൻ്റെ പേര് ജോൺ പട്ടാറ. ഞാൻ ആദ്യമായിട്ട് ആണ് ബ്രദറിൻ്റെ പ്രഭാഷണം യൂട്യൂബിൽ കേൾക്കുന്നത്. ഒരു ദിവസം ഇതുപോലെ ഞാൻ യാത്ര കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം എൻ്റെ ഭാര്യ യൂട്യൂബിൽ ഈ ധ്യാനം കണ്ടിട്ട് ഷാലോം ടീമിന് വേണ്ടിയിട്ട് ബ്രദർ നടത്തിയ ക്ലാസ്സാണ് എൻ്റെ വൈഫ് കാണുന്നത്. കണ്ടും പറഞ്ഞത് ഭയങ്കര എന്തോ വലിയൊരു പുതിയൊരു ഉൾക്കാഴ്ചയാണല്ലോ, ഇതെനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലത് കേട്ടിട്ട് കർത്താവ് അന്ന് പറഞ്ഞു കൊടുത്ത അതേ വചനത്തിൻ്റെ പുതിയ ഉൾക്കാഴ്ചകളാണല്ലോ ഇതിവിടെ വെളിപ്പെടുത്തി കിട്ടുന്നത്. എന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു.
അവർക്കറിയാം ഞാൻ ഈ കർത്താവെന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളാണ്. അപ്പം ധ്യാനം 90 മുതൽ ധ്യാനം കൂടി തമ്പുരാനോടുകൂടി ഇങ്ങനെ ചേർന്ന് നടക്കും. കർത്താവിനെ പിടിച്ച് വലിക്കും. ഞാൻ പുള്ളിയുടെ ഭാഗത്തോട്ട് പോവുകയില്ല. കച്ചവടമായിട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലൊക്കെ ഇട്ട് ഓടി നടക്കും. ഇങ്ങനെ ഓടി പോകുന്നൊരു മനുഷ്യനാണ്. അപ്പം ഞാനിത് യൂട്യൂബിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ പണികളും നിർത്തിയിട്ട് ഓരോ എപ്പിസോഡ് ബ്രദറിൻ്റെ ഓരോ ധ്യാനം എന്ന് പറയുമ്പോൾ 160 190 എപ്പിസോഡുകളുണ്ട്. ഇത് ഒറ്റ ഇരിപ്പിന് എല്ലാ പണിയും മാറ്റിവെച്ചിട്ട് 3-4 ദിവസം ഇരുന്ന് ഒറ്റ ഇരിപ്പിന് അത് കാഴ്ച തുടങ്ങി. അല്ല, ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ, 2016 വർഷം ആയി നമ്മുടെ കർത്താവ് ഇവിടെ വന്ന് കൽപ്പനകളുടെ മേൽ കൽപ്പന നമുക്ക് തന്നു. സ്നേഹത്തിൻ്റെ കൽപ്പന നമുക്ക് തന്നു. അതാരും ഉൾക്കൊള്ളാതെ പഴയ നിയമവും വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. പഴയ നിയമം കൂടെ ചേർത്തുള്ള കൽപ്പനകളുടെ മേൽ കൽപ്പനയായ സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മൾ വിസ്മരിച്ചിട്ട് നമ്മൾ ഓട്ടവാ. എങ്ങനെ 2% ഈ കമ്മ്യൂണിറ്റി 2% എന്നുള്ളത് വർദ്ധിക്കും? നമ്മളിലെ പ്രകാശം മറ്റുള്ളവർക്ക് കണ്ടെങ്കിലല്ലേ ജനങ്ങൾ നമ്മളിലേക്ക് ഒഴുകി വരികയുള്ളൂ. പ്രകാശമാകുന്ന സ്നേഹം കത്തിച്ചൊലിച്ചെങ്കിലല്ലേ ഉള്ളൂ പറവകൾ ആ പ്രകാശത്തിലേക്ക് അടുക്കുകയുള്ളൂ. ഇതൊന്നും മനുഷ്യർ ഗ്രഹിക്കാതെ ജനങ്ങൾ ഓട്ടവാ. ഏതായാലും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 2016 വർഷമായി ഈ പുതിയ കൽപ്പന ദൈവം തന്നു പോയിട്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ബ്രദറിലൂടെ അത് പുതിയ വെളിപ്പെടുത്തുകൾ കൊടുത്തുകൊണ്ട് നമ്മളെയും സഭയെയും ഈ ലോകം മുഴുവനെയും പുതിയ കൽപ്പനയുടെ പ്രകാശം പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ തോമസ് ബ്രദറിന് ദൈവം കൊടുത്തിയ വെളിപ്പെടുത്തലുകൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തോമസ് ബ്രദറിൻ്റെ ധ്യാനങ്ങൾ യൂട്യൂബിലും എല്ലാം ധാരാളം ആൾക്കാർ കാണാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും കർത്താവ് ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. കാലത്തിൻ്റെ സമയമായി. അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷമായിട്ട് ഒളിഞ്ഞു കിടന്നിരുന്ന ഈ പുതിയ വിത്തുകൾ തോമസ് പോൾ ബ്രദറിലൂടെ ദൈവം കൊടുത്ത് ഇപ്പം ജനങ്ങളിലേക്ക് വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും ലോകം മുഴുവൻ ഇത് പടർന്ന് പന്തലിക്കുമെന്നും ഈ 50 പേരുടെ സ്ഥാനത്ത് 50,000 പേർ വന്ന് ധ്യാനം കൂടുമെന്നും ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. യൂട്യൂബിൽ ആൾക്കാർ കാണാൻ ഈശോയുടെ ഈ പുതിയ നിയമം നമ്മുടെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും നെഞ്ചത്ത് വഹിച്ചു പോകുമ്പോൾ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ജനം മുഴുവൻ ഇടവരുത്തുമെന്നും അതിലൂടെ വെളിച്ചത്തിലേക്ക് പറവകൾ വന്ന് അടുക്കുന്നത് പോലെ ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഓടി വരുമെന്നും യേശുവിൻ്റെ രാജ്യത്തിലേക്ക് വരുമെന്നും ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ തോമസ് പോൾ ബ്രദറിനും ഇവിടുത്തെ അച്ഛനും ഇവിടെ വന്ന ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ റോസ് സിസ്റ്റർ വന്നില്ലല്ലോ, മേരി റോസ്. ഇനി നാളെ ഇതേമാതിരി സാക്ഷ്യം പറയാനൊന്നും സമയമുണ്ടാവില്ല. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾ പറയാൻ അവസരം കിട്ടില്ല എന്ന് വിചാരിക്കരുത്. വേഗം പറയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നന്ദിയുടെ വാക്ക് പറയുവാൻ എൻ്റെ മനസ്സ് കുറേ നേരമായി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാനോർത്തു, ഞാനത്രയോ പ്രാവശ്യം ഇവിടെ വന്ന് നിന്നതാണ്, അതുകൊണ്ട് മറ്റുള്ളവർ വന്ന് പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനവിടെ ശാന്തമായിട്ടിരുന്നത്. എനിക്ക് സത്യത്തിൽ ഇവിടെ വരാനിടയായത് ഒരു മഹാഭാഗ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ദുഃഖിക്കേണ്ട കാര്യമില്ല എങ്കിലും ഒരു ചെറിയ ദുഃഖം, ഒത്തിരി പേരിവിടെ വരേണ്ടതായിരുന്നു എന്ന്. സമയമായിട്ടില്ലായിരിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനും നമ്മളെല്ലാവരും കേട്ട ഈ കാര്യങ്ങൾ എല്ലാവർക്കും, പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ രൂപതകളിലുമുള്ള ദൈവജനം മുഴുവനിലും ഒന്ന് എത്തിച്ചേരാനെങ്കിലും, ലോകം മുഴുവനുള്ള സുവിശേഷവൽക്കരണത്തെക്കുറിച്ചാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മളിവിടെയുള്ള ഈ കേരളത്തിലുള്ള സഭയ്ക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു വലിയ വെളിവ് കിട്ടണം. അതിന് ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട
തോമസ് പോൾ ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാനിവിടെ ഓർക്കുന്നത്, എല്ലാവരും ആദ്യം മുതൽക്ക് അവസാനം വരെ പറഞ്ഞ ഒരു കാര്യം, ഒറ്റ കാര്യം മാത്രം, കണ്ടിട്ടും കാണാതെ കേട്ടിട്ടും കേൾക്കാതെ ജീവിതാനുഭവങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയ കൃപ ഈ സമൂഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത്രയും ആയെന്നാൽ ഒത്തിരി ആയി എന്നാണ് ഞാൻ കരുതുന്നതും. അതെല്ലാവർക്കും നമ്മൾ ഇത്രയും പേരെങ്കിലും കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും പോയെന്നാൽ നിശ്ചയമായിട്ടും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന കുടുംബങ്ങളിലും കമ്മ്യൂണിറ്റികളിലും അത് നിശ്ചയമായിട്ടും പ്രതിഫലിക്കും, അതെല്ലാവരെയും സ്വാധീനിക്കും. അതുതന്നെ ഒരു വലിയ സുവിശേഷ പ്രഘോഷണമായി മാറുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും എല്ലാവരോടും, തോമസ് ബ്രദറിനോടും, പിന്നെ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് പാട്ട് അറിഞ്ഞുകൂടാ, പാട്ട് പാടുമ്പോൾ ഞാൻ പറയാറുണ്ട്, അത്രയുമേ ഉള്ളൂ. പക്ഷേ ഇവർ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഒക്കെ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, നിൻ്റെ ഒരു വലിയ കൃപ. അവരും ഷാജി ബ്രദറിനും മാത്യൂസിനും എല്ലാവർക്കും പ്രത്യേകം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കട്ടെ. ഇവരോരോരുത്തരും പാടുമ്പോൾ ഇവരുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ നിശ്ചയമായിട്ടും പോയിക്കൊണ്ടിരിക്കും. തോമസ് പോൾ ബ്രദറിൻ്റെയും ഷാജി ബ്രദറിൻ്റെയും മാത്യൂസ് ബ്രദറിൻ്റെയും എല്ലാവരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ആരെങ്കിലും? ആരുമില്ല. നമുക്ക് സമാപനമായിട്ടൊരു സങ്കീർത്തനം പാടി അങ്ങ് സമാപിപ്പിച്ചാലോ? ഏത് സങ്കീർത്തനം പാടണം? കൊയ്ത്ത് പാട്ട് പാടണോ? വേണ്ട, കൊയ്ത്ത് പാട്ട് പറ്റില്ല. ഒന്ന് രണ്ട് പോയിന്റ്. ഒരു പോയിന്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞൊരു പോയിന്റ്, ആ വെതക്കാരൻ്റെ ഉപമ കഴിഞ്ഞിട്ട് ഈശോ ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് ഉപമകളിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ഉത്തരം, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും, അദ്ദേഹത്തിന് വിളിച്ച് ഇത് കേട്ടോ, ഉപമകളിലൂടെ സംസാരിക്കുന്നത് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും ആണെന്ന് പറഞ്ഞു, ഇല്ലേ? അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയുന്നത്? അവർ മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനാണ് ഉപമകളിലൂടെ സംസാരിച്ചത്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഉപമകളിലൂടെ സംസാരിച്ചത്. കിട്ടിയോ ഉത്തരം? ഇല്ല. ആരെങ്കിലും നിങ്ങൾ 2-3 ദിവസം ചിന്തിച്ചില്ലേ? ചിന്തിക്കാൻ എവിടെ സമയമല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് വളരെ എളുപ്പമാണ് മനസ്സിലായി കഴിഞ്ഞാൽ. ഈശോ എന്തിനാ വന്നത്? എല്ലാവർക്കും മോചനം കൊടുക്കാൻ വേണ്ടിയല്ലേ വന്നത്? ഈശോ വന്നത് എല്ലാവർക്കും മോചനം കൊടുക്കാൻ വേണ്ടിയാണ്. ശരിയാണോ ഇല്ലയോ? ഉത്തരം പറഞ്ഞ്, എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല ഈശോ വന്നത്. പക്ഷെ എങ്ങനെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ഈശോ എല്ലാവരെയും രക്ഷിക്കുന്നത്? വിശ്വാസത്തിലൂടെ. വേറെ എന്തെങ്കിലും ഉത്തരം? എങ്ങനെയാണ് ഈശോ എല്ലാവരെയും രക്ഷിക്കുന്നത്? ഉത്തരവില്ലെന്നോ? ഈശോ എങ്ങനെയാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്? കുരിശുമരണത്തിലൂടെ. കുരിശിലൂടെ അല്ലാതെ മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനത്തിന് വല്ല വഴിയുണ്ടോ? ഇല്ല. ആ കുരിശുമരണത്തിലൂടെ
യേശു മനുഷ്യന്റെ പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് അടക്കി ഉയർത്തുമ്പോൾ മാത്രമേ പാപം മോചിക്കപ്പെടുള്ളൂ. അത് വിശ്വസിക്കുന്നവർക്ക് ആ മോചനം കിട്ടുന്നു. ക്ലിയർ? അപ്പോൾ ഇത് പരസ്യപ്രഘോഷണ കാലഘട്ടത്തിൽ ഇത് നടക്കുമോ? പരസ്യപ്രഘോഷണ കാലഘട്ടത്തിൽ യേശുവിൽ അവർ വിശ്വസിച്ചാലും പാപമോചനം കിട്ടില്ല. ചുരുക്കം കുറച്ച് പേർക്കൊക്കെ ഈശോ പറയുന്നുണ്ട്, നിന്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവാണ് മിശിഹ എന്നും യേശുവാണ് പാപമോചകൻ എന്നും അവരറിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി യേശുവിൻ്റെ അടുത്ത് വന്നാൽ കുരിശുമരണത്തിന് തന്നെ തടസ്സമാകാൻ സാധ്യതയുണ്ട്. അതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പത്രോസ് ഈശോ വേറൊരു സ്ഥലത്ത് പറഞ്ഞു, എന്താ ആളുകൾ എന്നെക്കുറിച്ച് പറയണേ? ചിലർ പറഞ്ഞു ഇങ്ങനെ ജെറമിയായാണ്, യോഹന്നാൻ മൗദാന ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്, ഏലിയായാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരും പറയുന്നില്ല ഇവനാണ് മിശിഹായെന്ന്. അത് കഴിഞ്ഞ് ഈശോ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ പറയണേ? അപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ. പത്രോസേ, നീ ഭാഗ്യവാൻ, ഇത് നിനക്ക് എൻ്റെ പിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തി തന്നതാണ്. നിന്റെ മാംസ രക്തങ്ങളല്ല ഇത് നിനക്ക് മനസ്സിലാക്കി തന്നത്. നീ പാറയാകുന്നു, പള്ളി പണിയും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളിത് ആരോടും പറയരുത്. കണ്ടോ, നിങ്ങളിത് ആരോടും പറയരുത്. ഇവിടെ വേണമെങ്കിൽ നമുക്കതും ഒരു ചെറിയ വാക്ക് ചേർത്താൽ എളുപ്പം. നിങ്ങളിത് ഇപ്പോൾ ആരോടും പറയരുത്. എന്താ? എനിക്ക് ജെറൂസലേമിലേക്ക് പോകണം, അവിടെ മനുഷ്യപുത്രൻ പീഡിപ്പിക്കപ്പെടണം, അവരെന്നെ പീഡിപ്പിക്കും, അവരെൻ്റെ മേൽ കാർപ്പിച്ച് തുപ്പും, അവരെന്നെ തിരസ്കരിക്കും, എന്നെ പാപികൾക്ക് വിട്ടുകൊടുക്കും, എന്നെ അവർ വധിക്കും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അത് കേട്ടപ്പോൾ പത്രോസ് അയ്യോ കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഇനി പോകണ്ട അങ്ങോട്ടേക്ക്. ഇല്ലേ? എന്തുകൊണ്ട് പറഞ്ഞത്? പാവം സ്നേഹം കൊണ്ട് പറഞ്ഞത്. കണ്ടോ? അപ്പോഴാണ് ഇത്തിരി മുമ്പ് പറഞ്ഞ്, പത്രോസേ നീ അനുഗ്രഹീതൻ, നീ പാറയാകുന്നു. ഇപ്പൊ എവിടെ പോയി പാറ? ചെളി പോലെ ആയിപ്പില്ലേ? അപ്പൊ കർത്താവ് പറയാണ്, സാത്താനെ എൻ്റെ പുറകെ പോന്നു, നീ എനിക്ക് പ്രതിബന്ധമാണ്. അല്ലോ, ഒരാള് മനസ്സിലാക്കിയിരിക്കുന്നു ഇവനാണ് മിശിഹ എന്നും ഇവൻ പീഡിപ്പിക്കപ്പെടുമെന്നും ഇവനെ അവർ കൊല്ലുമെന്നും മനസ്സിലാക്കി ഉടനെ ആ ആളെന്ത് ചെയ്യണിപ്പോ? അവൻ്റെ മിസിയാനിക് സഫറിങ്ങിന് പ്രതിബന്ധമാകും. അപ്പൊ ഈ ജനം മുഴുവനും മനസ്സിലാക്കിയിരുന്നെങ്കിലോ, ഇവനാണ് മിശിഹ എന്നും മനസ്സിലാക്കിയിരുന്നെങ്കിലോ, അവര് വലിയ ഹർത്താൽ, യേശുവിൻ്റെ ഈ പീഠാനുഭവത്തിനും ഇതിനും അവർ തടസ്സം നിന്നേനെ. അവർ യഹൂദ പ്രമാണികളെ പോയി അവരാക്രമിച്ചേനെ, ഞങ്ങളുടെ യേശുവിനെ തൊട്ടു പോകരുത് പറഞ്ഞു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഈ പരസ്യ ജീവിത കാലഘട്ടത്തിൽ യേശു വളരെ രഹസ്യമായിട്ടാണ് സുവിശേഷം പ്രഘോഷിച്ചത്. ഞാൻ ആരാണെന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു വാക്ക് ചേർക്കാം, ഇപ്പോൾ അവർ അറിയരുത്. അവർ ഇപ്പോൾ കണ്ടിട്ടും കാണാതെയും, ഇപ്പോൾ കേട്ടിട്ടും ഗ്രഹിക്കാതെയും, ഇപ്പോൾ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതെ. എപ്പോൾ അവർക്ക് മോചനം കിട്ടണം? കുരിശുമരണം കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മോചനം കിട്ടണം. അപ്പോൾ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോ പറഞ്ഞതെല്ലാം ഈ ഉപമകളിലൂടെ പറഞ്ഞത് അവർ ഇപ്പോൾ അറിയരുത്. ഞാനാണ് മിശിഹ എന്ന് അറിയരുത്. ഞാനാണ് മിശിഹ എന്ന് അവരിപ്പോൾ അറിഞ്ഞാൽ അവരെല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്നാൽ ഇപ്പോൾ അവമോചനം കൊടുക്കാൻ പറ്റില്ല. അവമോചനം കൊടുക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? കുരിശുമരണം കഴിഞ്ഞിട്ടാണ്. അതിനു മുമ്പ് എല്ലാവരും കൂടി ഒരു പ്രീമെച്യൂർഡായിട്ട് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പോൾ അവരറിയരുത്. അതുമാത്രമല്ല, ഇപ്പോൾ അവരറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വിധത്തിൽ മിശിഹായെ
ഏഷ്യായിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള എല്ലാ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പോയിട്ട് അതിന് തടസ്സം നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഉപമകളിലൂടെ യേശു സംസാരിച്ചത്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കും. അപ്പോൾ മോചനം പ്രാപിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ 3 വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് യേശു ജീവിത ബലിയർപ്പിച്ച് കഴിഞ്ഞു, ഉയർപ്പ് കഴിഞ്ഞപ്പോൾ യേശു എന്ന് പറഞ്ഞു, നിങ്ങൾ ഇനി ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിക്കും. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിതിനെ സാംശീകരിച്ചുകൊണ്ട് നമ്മളുടെ ഇനി നാളെ മുതലുള്ള കർമ്മ പരിപാടികൾ ഇനി നിങ്ങൾ നിങ്ങളുടേതായി. നാളെ മുതൽ ആർക്കെല്ലാം വെളുപ്പിന് 4 മണിക്ക് എണിക്കണം പറയും. ഞാൻ എണിക്കുമ്പോൾ എണിക്കണമെന്നുണ്ടോ? 4 മണിക്ക് നിങ്ങൾ അലാം സെറ്റ് ചെയ്യട്ടെ, എന്നേക്കുമായിട്ട് സെറ്റ് ചെയ്യട്ടെ. അതായത് എല്ലാ ദിവസവും 4 മണിക്ക് നിങ്ങളെ ഞാൻ ഉണർത്തട്ടെ. ഒന്ന് കൈ പൊക്കി പിടിച്ച് എല്ലാവരും എന്നാ പ്രാർത്ഥിക്കാം. കർത്താവേ, നാളെ മുതൽ എല്ലാ ദിവസവും വെളുപ്പിന് 4 മണിക്ക് ഇവരുടെ ആത്മാവിൽ എൻ്റെ ആത്മാവിനോട് ചേർന്ന് ഇവരെ ഉണർത്തണമേ. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥന ഉയരണമേ. ഇവരിലൂടെ ഇവരുടെ കുടുംബത്തിലും ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ജ്ഞാനം ഒഴുകുന്നതിന് ഇടയാകുമാറാകട്ടമേ. ഇവരുടെ ആത്മാവും എൻ്റെ ആത്മാവുമായിട്ട് ഇതാ ഇപ്പോൾ ഒരു സെറ്റപ്പ് നടത്തിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആമേൻ. ഇനി മറ്റൊന്ന്, ആന്തരിക ലയന പ്രാർത്ഥന. അതോടൊപ്പം സുവിശേഷത്തിൻ്റെ മത്തായി ഈ 4 സുവിശേഷങ്ങളും ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ ഇപ്പം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിക്കുറിപ്പിൽ ഏത് പ്രവാചകൻ എപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാണും. അപ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് പോകണം. ഉദാഹരണത്തിന് ഔസേപ്പ് രാത്രി സ്വപ്നത്തിൽ മാലാഖ പറയുകയാണ്, നിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് ഗർഭിണിയാക്കോ? അപ്പോഴും ചിലപ്പോൾ ശരിക്കും അങ്ങ് മനസ്സിലായില്ല, പരിശുദ്ധാത്മാവ് പെണ്ണിനെ ഗർഭിണിയാക്കണം എങ്ങനെയാണ്? അപ്പോൾ വീണ്ടും മാലാഖ പറയാണ്, ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ ഇപ്പൊ ഔസേപ്പിന് ചാടി എഴുന്നിട്ട്, എൻ്റെ ഭാര്യയെ കുറിച്ചാണോ ഈ ഏഷ്യ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവിടെ അടുക്കുറിപ്പിൽ നോക്കണം ഏത് പ്രവാചകൻ എന്ന്. ഏത് പ്രവാചകനാണ്? ഏഷ്യ 7. എന്നിട്ട് ഏഷ്യ പോയി വായിക്കണം. അങ്ങനെ പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് പോകണം. അപ്പോൾ അതാണ് ഈ ബൈബിൾ പഠിക്കേണ്ട പുതിയ. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൽ കൂടുതൽ ഇനി പറഞ്ഞപ്പോൾ അടുത്ത ധ്യാനത്തിലേക്ക് പോകും. അപ്പോൾ ഇത്രയെല്ലാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിക്കാം. ഏത് സമയത്തും 24 മണിക്കൂറും വിളിക്കാം. ഞാൻ ഫോൺ എടുക്കില്ല, ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് ഫോൺ വിളിച്ചോ. ഏത് രാജ്യത്താണെങ്കിലും എനിക്ക് നിങ്ങളുടെ ഫോൺ കിട്ടും. അപ്പോൾ ഞാൻ മിക്കവാറും നമ്മൾ സ്റ്റേജിലായിരിക്കില്ല, അതുകൊണ്ടാണ് തിരിച്ച് വിളിക്കാൻ പറ്റാത്തത്, എടുക്കാൻ പറ്റാത്തത്. നിങ്ങൾ വിളിച്ചാൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും. എൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്യാവുന്നതാണ്. 944 944 944 944 719 6033 944 719 6033 944 719 6033. ഇതെൻ്റെ വാട്സപ്പ് നമ്പറുമാണ്. അപ്പോൾ വാട്സപ്പ് ഉള്ളവർ വേണമെങ്കിൽ വാട്സപ്പായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇടണം. മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളുടെ പേരൊക്കെ എഴുതിയിടണം, അല്ലെങ്കിൽ എനിക്കറിയില്ല ആരാണെന്നൊന്നും. ഓക്കെ. ഇത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം.